ഹായ് ആൾ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രഞ്ചി ചൂയി കുക്കീസാണ്. അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക, ബട്ടർ എടുക്കുക, നമ്മുടെ ഫൈൻ ഷുഗർ എടുക്കുക, ബ്രൗൺ ഷുഗർ എടുക്കുക, ഒരു മുട്ട, മൈദ, വാനില എസൻസ്, ഉപ്പ്, മൈദയിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് സീവ് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലോട്ട് നമ്മൾ മെഷർ ചെയ്ത് വെച്ചത് ബട്ടർ ഇടുക. ബട്ടർ ഇട്ടതിന് ശേഷം ബട്ടർ എന്ന് വെച്ചാൽ നമ്മൾ നല്ല തണുത്ത് പോകാനും പാടില്ല, എന്നാൽ നല്ല ഹാർഡായിരിക്കാനും പാടില്ല. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ബട്ടർ. ഇതിനകത്തോട്ട് നമ്മുടെ ഫൈൻ ഷുഗർ ഇടുക. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ബ്രൗൺ ഷുഗർ കൂടെ ഇട്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ക്രീം ഫോമിലാകണം, അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷുഗർ എല്ലാം കൂടെ നല്ല ക്രീം ഫോമിലായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു മുട്ട എടുക്കുക. ഈ ഒരു മുട്ടയിലോട്ട് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒരു വിസ്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മൾ ബട്ടറും ഷുഗറും മിക്സിലോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതായത് മുട്ടയും ഷുഗറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. മിക്സ് ആയതിന് ശേഷം കണ്ടോ, ഇപ്പോൾ നല്ല ക്രീം ഫോമിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മൈദ ആൻഡ് ബേക്കിംഗ് സോഡ ഇതിനകത്ത് കുറച്ചായിട്ടിട്ട് ഫോൾഡ് ചെയ്യുക. 2-3 പ്രാവശ്യമായിട്ടിട്ട് ഫോൾഡ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഒറ്റ സ്റ്റെപ്പിനകത്ത് മൈദ ഇട്ട് കളയരുത്. പകുതി പോർഷൻ വീതം ഇട്ട് മൈദ ഒന്ന് മിക്സ് ആക്കുക. അതിന് അടുത്ത സ്റ്റെപ്പും മൈദയും കൂടി ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ മൈദ ഇട്ട് നന്നായിട്ട് ബലം കൊടുക്കാതെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. മൈദ എല്ലാം കൂടെ മിക്സായി നല്ലൊരു ഫോമിലായി വരണം. ഇനി ഇതിലോട്ട് നമ്മുടെ ചോക്ലേറ്റ് ചങ്ക്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് 1 കപ്പാണ്. അതുകൂടെ ഇട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു 1/2 hour ഫ്രീസറിനകത്ത് വയ്ക്കാം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 2 hours ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ടൈം ഇല്ല എങ്കിൽ ഒരു 1/2 hour ഫ്രീസറിനകത്ത് വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഒരു 1/2 hourന് ശേഷം ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുന്ന സമയത്ത് ക്ലിംഗ് റാപ്പ് ഇട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രീസറിനകത്ത് വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മളൊരു ചെറിയൊരു ബോൾസ് ആക്കി എടുക്കണം. എന്നിട്ട് കൈനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഷേപ്പോ കാര്യങ്ങളൊന്നും വേണ്ട, ഷേപ്പൊന്നും വേണ്ട, ഒരു ബോൾസാക്കി എടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം അതിനകത്ത് ചോക്ലേറ്റ് 2-3 പീസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് വീണ്ടും ചെറിയൊരു ബോളാക്കിയിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ നിരത്താം. ഇങ്ങനെ എല്ലാ ഡോയും ഇതുപോലെ ആക്കിയെടുക്കണം. ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം എല്ലാ ബോൾസും ഇതുപോലെ നിരത്തി വെക്കണം. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഈ ഒരു കുക്കീസ്. ആ ബോളും കുറച്ച് വലുപ്പമുണ്ട്. അത് ബേക്കായി വരുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചിട്ടൊന്ന് വലുതായി വരും. പിന്നെ നമ്മൾ ബേക്കിംഗ് ട്രേയിൽ നിരത്തുന്ന സമയത്ത് നല്ലതോളം ഗ്യാപ്പിട്ട് വേണം ട്രേയിലോട്ട് നിരത്താൻ. അതിനുശേഷം വേണമെങ്കിൽ മാത്രം അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പറ്റിച്ച് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കുക്കീസിൻ്റെ ഡോക്ക് റെഡിയാക്കി നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഗ്യാപ്പിട്ട് വേണം വെക്കാനായിട്ട്. നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ആദ്യമേ തന്നെ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കി ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നേരെ 180 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റ് സെറ്റ് ചെയ്യുക. ഇതങ്ങനെ നമ്മുടെ കുക്കി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ അതിങ്ങനെ താഴ്ന്ന് പോകുന്നുണ്ട്. കുക്കീസ് നല്ല ഷേപ്പായി വരുന്നുണ്ട്. നമ്മുടെ കുക്കി ഇതാ ഞാൻ ഓവനിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനകത്ത് നല്ല ചൂയി ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ മെൽറ്റായി വരുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്രഞ്ചി ചൂയി കുക്കീസ് റെഡി ആയിട്ടുണ്ട്. മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റോടെ ചെയ്യണേ.